അസ്സലാമു വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സൂറത്തുൽ മാഇദയിലെ 51, 52 ആയത്തുകളുടെ തഫ്സീറാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാനിരിക്കുന്നത്. കഴിഞ്ഞ ആയത്തിൻ്റെ തുടർച്ചയെന്നോണം ഈ യഹൂദികളെ വിമർശിക്കുന്നതോടൊപ്പം യഹൂദികളെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കുന്ന സത്യവിശ്വാസികളിൽപ്പെട്ടവരെയും വിമർശിക്കുകയാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു ചെയ്യുന്നത്. അള്ളാഹു പറയുന്നത്, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ രക്ഷാകർത്താക്കളായി സ്വീകരിക്കുക അരുത് എന്നാണ്. അങ്ങനെ സ്വീകരിക്കുക വന്നാൽ അവർ കൂടി ഈ യഹൂദികളിലും ക്രിസ്ത്യാനികളിലും പെട്ടുപോകും. കാരണം എന്തെന്നറിയുമോ? സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് സത്യത്തെ പുൽകിയവരാണ്, ഇസ്ലാം മതത്തെ പുൽകിയവരാണ്. അവർ തിന്മയെ, തെറ്റിനെ പുൽകിയവരുമാണ്. അവരോടുകൂടെ കൂടിയാൽ തെറ്റും ശരിയും ഒന്നാണ് എന്ന് വരും. അങ്ങനെ വരാൻ പാടില്ലല്ലോ. ശരി വേറെയും തെറ്റ് വേറെയും തന്നെ നിൽക്കണ്ടേ എന്നുള്ളതാണ് വളരെ യുക്തമായ അവിടുത്തെ ന്യായം. അള്ളാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറ ഔലിയാഅ ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ് വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ فترى الذين في قلوبهم مرض يسارعون فيهم يقولون نخشى أن تصيبنا دائرة فأسى الله أن يأتي بالفتح أو أمر من عنده فيصبحوا على ما أسروا في أنفسهم نادمين يا أيها الذين آمنوا സത്യവിശ്വാസികളെ لا تتخذوا اليهود والنصارى أولياء യഹൂദികളെയും നസ്വാറാക്കളെയും നിങ്ങൾ രക്ഷാകർത്താക്കളാക്കരുത്. വമൻ യതവല്ലഹും മിൻകും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ യഹൂദികളെയോ ക്രിസ്ത്യാനികളെയോ രക്ഷാകർത്താക്കളാക്കിയാൽ ഫഇന്നഹു അവനും മിൻഹും ഇവരിൽപ്പെട്ടവരായി മാറും. ഈ യഹൂദികളിലും നസാറാക്കളിലും പെട്ടവരായി മാറും. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ അല്ലാഹു ഒരിക്കലും അതിക്രമകാരികളായ ആളുകൾക്ക് സന്മാർഗം നൽകുകയില്ല. ഫതറല്ലദീന ഫീ ഖുലൂബിഹിം അടുത്തൊരു കാര്യം അള്ളാഹു പറയുന്നത്, ചിലർക്കൊക്കെ യഹൂദികളോട് കൂട്ടുകൂടാൻ ഒരു പ്രതിപത്തി വരുന്നത്, ഒരു താല്പര്യം വരുന്നത് എന്തുകൊണ്ടാണ്? അവരെന്തെങ്കിലുമൊക്കെ ഇടങ്ങറ് നമുക്ക് ഉണ്ടാക്കുമോ എന്ന പേടിയാണ്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലും അങ്ങനെ ഉണ്ട് അല്ലേ? അവർ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന പേടിയാണ്. ഇവർ ദീർഘദൃഷ്ടിയോടെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പേടി പുലർത്തേണ്ട കാര്യം ഉണ്ടാവില്ല. കാരണം അള്ളാഹു എപ്പോഴും പരിശുദ്ധ ഇസ്ലാമിന് സഹായം തരാറുണ്ട്. ഫതറല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ ഹൃദയത്തിൽ എന്തോ രോഗം ബാധിച്ച ആളുകൾ കാണുന്നു. ആളുകളെ നിങ്ങൾക്ക് കാണാം. യുസാരിഊന ഫീഹിം അവരുടെ അടുത്തേക്ക് ഇങ്ങനെ വേഗത്തിൽ ചെല്ലുക അല്ലേ? അവരോട് സൗഹൃദം പാലിക്കാൻ എന്തൊരു വേഗതയാണ് അവർക്ക്. അവർ പറയുന്ന ന്യായം, യഖൂലൂന അവർ പറയുന്നു, നഖ്ഷ അൻ തുസീബന ദായിറ ഞങ്ങൾക്കെന്തോ വിപത്ത് വരുമോ എന്ന പേടിയാണ് ഞങ്ങൾക്കുള്ളത് ഇവരോട് തെറ്റിയാൽ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫഅസല്ലാഹു അൻ യഅതിയ ബിൽ ഫത്ഹി സത്യവിശ്വാസികൾക്ക് അള്ളാഹു ഒരു വിജയം നൽകിയേക്കാം. അതല്ല നൽകിയേക്കാം എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകൂല എന്നല്ല, നൽകുന്നത് സാധ്യത ഉണ്ടെന്നല്ല, നൽകിയേക്കാം എന്നല്ല ഇവർ മനസ്സിലാക്കേണ്ടത് എന്നാണ് ചോദ്യം. ഔ അംരി മിൻ ഇന്ദിഹി അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം സത്യവിശ്വാസികൾക്ക് വരാനുണ്ട് എന്ന് വിചാരിച്ചാൽ പോരെ അല്ലേ? എന്തായാലും അങ്ങനെ അള്ളാഹു തരും, ഉറപ്പാണ്. ഫൈസ്ബിഹു അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മുനാഫിക്കീങ്ങളായ ആളുകൾ യഹൂദികളോടും നസാറാക്കളോടും കൂട്ടുകൂടെയും അവർ രക്ഷാകർത്താക്കളാക്കുകയും ചെയ്ത ആളുകളായി മാറും. അലാമ അസറു അവർ രഹസ്യമാക്കി വെച്ചതിൻ്റെ മേൽ ഫി അംഫുസിഹിം അവരുടെ മനസ്സുകളിൽ നാദിമീൻ ആ കാര്യത്തിൽ അവർ നാദിമീൻ അവർക്ക് ഖേദമുണ്ടായിരിക്കും, ഉറപ്പാണ്. ഷർഹി തഫ്സീറിലേക്ക് കിടക്കാം. ലാ തത്തഖിദൂഹും യഹൂദികളെയും നസാറാക്കളെയും നിങ്ങൾ ആക്കരുത് ഔലിയാ രക്ഷാകർത്താക്കളാക്കി മാറ്റരുത്. എങ്ങനെ? തൻസുറൂനഹും വ തസ്തൻസിറൂനഹും നിങ്ങൾ അവരെ സഹായിക്കുക, ചിലപ്പോൾ നിങ്ങൾ അവരോട് സഹായം തേടുക, അങ്ങനെ ഒരു ബന്ധം വേണ്ട. തുആഖൂനഹും വ തുസാഫൂനഹും അല്ലേ? നിങ്ങൾ അവരോട് ഒരു സാഹോദര്യം, ഒരു സൗഹൃദം. സ്വാഫ എന്ന് പറഞ്ഞാൽ ഒരു മവദ്ദത്തുണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു സാഹോദര്യവും ഒരു സൗഹൃദവും ആഹയു ആഹി അഹൽ നിന്ന് വരുന്നതാണ്. തുആശിറൂനഹും മുആശറത്തുൽ മുഅ്മിനീൻ നിങ്ങൾ നിങ്ങളുടെ സത്യവിശ്വാസികളായ കൂട്ടുകാരോട് പെരുമാറുന്നത് പോലെ അവരോട് പെരുമാറുക, അത് വേണ്ട. ആശറ പെരുമാറുക. തുമ്മ അല്ലലൻ നഹിയ ബിഖൗലിഹി പിന്നെ അള്ളാഹു എന്തുകൊണ്ട് വേണ്ട എന്നുള്ളതിന് ന്യായം പറയുകയാണ്. കാരണം
ബഅ്ലുഹും ഔലിയാ ഉബാദ്, അവർ തമ്മിൽ അല്ലേ, അവർ തമ്മിൽ ശരിക്കും അവരുടെ ഇടയിലുള്ളൊരു അന്തർധാര സജീവമാണ്. അവർ തമ്മിൽ രക്ഷാകർത്താക്കളാണ്. ഇന്നമാ യുവാലി ബഅ്ലുഹും ബഅ്ല, കാരണം യഹൂദികളും നസാറാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷാകർത്താക്കളാണ്, സഹായിക്കും. ലിത്തിഹാദി മില്ലത്തിയും, അവരുടെ മില്ലത്ത് ഒന്നാണ്. വൈജിത്തിമായിയും, അവരൊരുമിച്ചാണ് ഫിൽ കുഫ്രി, സത്യനിഷേധത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഫമാ ലിമൻ, അപ്പോൾ ഒരാൾക്ക് എന്ത് കാര്യം, ദീനുഹു, അവൻ്റെ ദീന്, ഖിലാഫ് ദീനിഹിം, ഇവരുടെ ദീനിനെതിരാണ്. അഥവാ മുസ്ലിങ്ങൾക്ക് എന്താ കാര്യം അവരോട്, വലി മുവാലാത്തിഹിം, അവരോട് സ്നേഹം കൂടുന്നതിലും അവരോട് രക്ഷാകർത്തൃത്വം കൂടുന്നതിലും എന്ത് കാര്യമുള്ളത്? അത് പാടില്ലല്ലോ. ലോജിക്ക്, അതിൻ്റെ യുക്തി തന്നെ എതിർക്കപ്പെടേണ്ടതല്ലേ എന്നാണ്. ഇനി അതൊക്കെ എതിർത്തിട്ട് വമൻ യതവല്ലഹു മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവർ രക്ഷാധികാരികളാക്കിയാൽ ഫഇന്നഹു മിൻ ജുംലത്തിഹിം, അവരുടെ കൂട്ടത്തിലാണ്. വഹുക്കുമുഹും, ഇയാൾക്കുള്ള ഹുക്കുമ അവരോടുള്ള ഹുക്കുമ തന്നെയാണ്. അവർ പിന്നീട് യഹൂദിയമായ മാതിരിയായി. വഹാദാ തഗ്ലീദും മിനല്ലാഹി വതശ്ദീദും ഫി വുജൂബി മുജാനബത്തിൽ മുഖാലിഫി ഫിദ്ദീനി വഇത്തിസാലിഹി, ദീനിൽ നമ്മോട് എതിർക്കുന്നവർ, ദീനിൽ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയവരോട് നിർബന്ധമായിട്ടും ഒരു ദൂരം വേണം എന്നുള്ളത്, അവരെ മാറ്റി നിർത്തണം എന്നുള്ളതിൽ അള്ളാഹു വളരെ ഗൗരവത്തോടെ, വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്. തഗ്ലീദോടെ, തശ്ദീദോടെ അള്ളാഹു പറയുകയാണ്. ഇപ്പം ഇതിന് ഉപോത്ബലകമായിട്ട് നമുക്ക് റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് എടുക്കാം. ലാ തറാഅ നാറാഹുമ, മുസ്ലിമിൻ്റെയും കാഫിറിൻ്റെയും നാറ് ഒരുപോലെ ആവില്ല അല്ലേ. നാറ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന നാറ് അല്ലേ, ഒരു വീട്ടിൽ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതാണല്ലോ അഗ്നി, വെളിച്ചം, തീ അല്ലേ. അവർ രണ്ടുപേരുടെയും വീട് വെവ്വേറെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഇതിൻ്റെ താഴെ പറയുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്അം ഗോത്രത്തിലേക്ക് ഒരു ദൂതിനെ, ഒരു സംഘത്തെ അയച്ചു. ഓക്കെ, അങ്ങനെ അവിടുത്തെ ആളുകൾ മുസ്ലിങ്ങളെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, പെട്ടെന്ന് സുജൂദ് ചെയ്യാൻ. മുനാഫിക്കീങ്ങളായിരിക്കുമല്ലോ, സ്വാഭാവികമാണ്, യഹൂദി ടീമാണ്. മുസ്ലിങ്ങളിങ്ങനെ വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്നാണ് സുജൂദ് ചെയ്യുന്നത്. ആ സുജൂദ് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? ഈ ദൂതിന്, നബി അയച്ച സംഘത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇത് നമ്മളെ കണ്ടപ്പോൾ സുജൂദ് ചെയ്താണെന്ന് പറഞ്ഞിട്ട് ഓലെ കൊന്നു. ഇത് അള്ളാഹുവിൻ്റെ റസൂലിനെത്തി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ആ കൊല്ലപ്പെട്ടവരിൽ മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ദിയത്തിൻ്റെ പകുതി കൊടുത്താളി എന്ന് പറഞ്ഞു. ഓക്കെ, ആർക്ക് കൊല്ലപ്പെട്ടവരിപ്പോൾ മുഴുവൻ എന്തായാലും ശത്രുക്കളാവില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ സുജൂദ് ചെയ്തോലൊക്കെ കണ്ടപ്പോൾ സുജൂദ് ചെയ്തപ്പോൾ എല്ലാവരെയും കൊന്നു, അതാണ്ടായത് പ്രശ്നം. അപ്പോൾ കൊന്നതിലിപ്പോൾ 40 പേര് കൊല്ലപ്പെട്ട 40 പേരും ഈ പറഞ്ഞ മാതിരി മുനാഫിക്കീങ്ങളായിക്കൊള്ളണമെന്നില്ല, മുസ്ലിങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ പോലെ ദിയത്തിൻ്റെ പകുതി കൊടുത്താൽ മതി. എന്നിട്ട് റസൂൽ ഇങ്ങനെ ഒരു വർത്താനം കൂടി പറഞ്ഞു, അങ്ങനെ മുശ്രിക്കീങ്ങളുടെ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുമായിട്ട് എനിക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഓലോട് ആരാ അവിടെ പോയിട്ട് ഹസ്അം ഗോത്രത്തിൽ പോയിട്ട് താമസിക്കാൻ പറഞ്ഞ ആരാ? ഓൽക്ക് ഇവിടെ മദീനയിൽ ഇവിടെ വന്നിട്ട് എൻ്റെ ഒപ്പം താമസിച്ചുകൂടായിരുന്നോ എന്നാണ് റസൂലിൻ്റെ ആ വാക്യത്തിൻ്റെ സൂചന. അങ്ങനെ ബരീഉം മിൻ കുല്ലി മുസ്ലിം യഖീമു ബൈന അദ്ഹുരിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ ഇടയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അപ്പോൾ റസൂലിനോട് ചോദിച്ചു, അതെന്താണെന്ന് ചോദിച്ചു. റസൂൽ അതെന്താ അങ്ങനെയെന്ന് വളരെ വിനയാന്വിതരായിട്ട് സ്വഹാബാക്കൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ലാ തതറാഅ നാറാഹുമ, അവരുടെയും രണ്ടുപേരുടെയും, കാഫിറുകളുടെയും മുസ്ലിങ്ങളുടെയും നാറും ഒന്നാവില്ല, അവരുടെ വീടൊന്നാവില്ല, അവരുടെ ഒരു ചേർപ്പ്, ഒരു ഒന്നിപ്പ് അതൊന്നും ശരിയാവില്ല എന്നുള്ളതാണ്. റസൂൽ അങ്ങനെ പച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോണ്ട, വല്ല നാട്ടിൽ പോയി താമസിക്കേണ്ട. മിൻഹു ഖൗലു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാകുമ്പോൾ അബൂ മൂസ എന്ന ഗവർണറോട് ബസറയിലെ ഗവർണറായിരുന്നു അബൂ മൂസ റളിയല്ലാഹു അൻഹു, അവരോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു കാത്തിബ്, ഈ അബൂ മൂസയുടെ ഒരു കാത്തിബ് നസ്രാനിയായിരുന്നു, ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അപ്പോൾ ആദ്യം ഒന്ന് ജനറലായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനത്തെ പോലെയൊന്നും വല്ലാണ്ട് ബഹുമാനിക്കണ്ട, അടുപ്പിക്കണ്ട, ഓലെ പടച്ചോനെ ദൂരത്താക്കിയ ആൾക്കാരാണ്, ഓലെയൊന്നും വേണ്ട നമുക്ക്. അപ്പോൾ അബൂ മൂസ പറഞ്ഞു, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വിനയാന്വിതനായിട്ട് പറഞ്ഞു, സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഓലെ ഇങ്ങനെ കൂടെ ഉള്ളതുകൊണ്ടല്ല, ആ ക്രിസ്ത്യാനി, ആ കാത്തിബ് ഉണ്ടെങ്കിലേ ബസ്രത്തെ കാര്യമൊക്കെ നടക്കുള്ളൂ, എനിക്കല്ല പിടിപാടുണ്ട്, ആളുകളുമായിട്ടല്ല ബന്ധമുണ്ട്, ജനകീയനാണ്. ഓൻ മരിച്ചപ്പോൾ എന്താ ചെയ്യുക ഞങ്ങൾ? ഓൻ മരിച്ചുപോയി, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അങ്ങനെ മരിച്ച കൂട്ടത്തിൽ കൂട്ടിയാൽ മതി എന്നായി ഉമർ റളിയല്ലാഹു അൻഹു. കണ്ടോ, മരിച്ച കൂട്ടത്തിൽ കൂട്ടിയാൽ മതി എന്നാണ് ഉമർ, കുറച്ചും കൂടിയും ശക്തിയായില്ലാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ വർത്താനം. ഖൗലു ഉമർ റളിയല്ലാഹു അൻഹു ലി അബീ മൂസ, അബൂ മൂസ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫീ കാത്തിബിഹിൻ നസ്രാനി, അബൂ മൂസയുടെ ഒരു കാത്തിബ് ക്രിസ്ത്യാനിയായിരുന്നു. ലാ തുക്രിമൂഹും ഇത് അഹാനഹുമുല്ലാ, അള്ളാഹു അവരെ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളായിട്ട് പോയി ബഹുമാനിക്കേണ്ട. ലാ തഅ്മനൂഹും ഇത് ഹവ്വനഹുമുല്ലാ, അള്ളാഹു അവരെ ഖായിനാക്കിയിട്ടുണ്ടെങ്കിൽ, നിസ്സാരക്കാരാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവർക്ക് അഭയം നൽകേണ്ട.
വലാ തുദ്നൂഹും ഇദാ അക്സാഹുമുള്ള, അള്ളാഹു ദൂരത്താക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അടുപ്പിക്കേണ്ട എന്ന് പറഞ്ഞു ജനറലായിട്ട്. അപ്പോൾ പറയപ്പെടുന്നു, അപ്പോൾ അബൂ മൂസാ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു, അത്രയല്ല ഖിവാമലിൽ ബസ്റത്തി ഇല്ലാ ബിഹി, ഓനുണ്ടെങ്കിലേ ബസ്റയിലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഫഖാല മാത്തൻ നസ്രാനി വസ്സലാം, അത്ര. പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ കത്തയക്കാണ്, മാത്തൻ നസ്രാനി, നസ്രാനികളൊക്കെ മരിച്ചു, വസ്സലാം, എന്നാൽ ശരി കേട്ടോ, സലാം, അസ്സലാമു അലൈക്കും. അഥവാ യാനി ഹബ് തഅല്ലം വല്ലതീക സയ്യറ നമുക്ക് അൽഫിയയിൽ പഠിച്ചിട്ടില്ലേ, വഹബ് തഅല്ലം അല്ലേ, ലന്നയുടെ അഫ്ആലുൽ ഖുലൂബിൽ പെട്ടതാണ് ഹബ്. അതെ, ഹബ് അന്നഹു ഖദ് മാത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. മാത്ത നസ്രാനിയു എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു അതുകൊണ്ട് ഉദ്ദേശിച്ചതാണ്, ഓൻ മരിച്ചു എന്ന് കൂട്ടിയാളെ. ഫമാ കുന്ത തകൂനു സാനിയൻ ഹീന ഇദിൻ അല്ലേ. അപ്പോൾ നിങ്ങൾ അപ്പം എന്താ ചെയ്യുക, ഓ മരിച്ചു പോയാൽ നിങ്ങൾ എന്താ ചെയ്യുക? പിന്നെ അവിടെ ഫസ്നഉഹു സാഅന്നുണ്ട്, അത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല, ഒരു അവ്യക്തത അവിടെ നിലനിൽക്കുന്നുണ്ട്, കിട്ടുമ്പോൾ പറയാം. എന്തായാലും വസ്തഗ്നി അൻഹു ബിഗൈരിഹി, ഓൻ എന്തായാലും വേണ്ട വേറൊരാളെ അതിൻ്റെ പകരാക്കിക്കോളൂ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്ര അല്ലേ. നസ്രാനിയാണ്, കാത്തിബ് നസ്രാനിയാണ് എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ വിഷയം. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ അല്ലദീന ളലമു അൻഫുസഹും ബിമവാലാത്തിൽ കുഫ്രി, കുഫറിൻ്റെ ആളുകളുമായിട്ട് രക്ഷാകർതൃത്വം പാലിക്കുന്ന ആളുകൾ അവർ അതിക്രമകാരികൾ തന്നെയാണ്. യംനഉഹുമുല്ലാഹു അൽതാഫഹു, അള്ളാഹുവിൻ്റെ ആ ഒരു ലുത്ഫ് എന്ന് പറയുന്ന വലിയ അനുഗ്രഹം അള്ളാഹു തടഞ്ഞു വെക്കും അവർക്ക്. വയഹ്ദുലുഹും, അവരെ നിന്ദ്യരാക്കും. മഖ്തല്ലഹും, അള്ളാഹുവിന് കാരണം അവരത്ര ദേഷ്യമാണ് അള്ളാഹുവിന് എന്നുള്ളതാണ്. അടുത്ത ആയത്ത്, വതറല്ലദീന അല്ലേ ഫീ കുലൂബിഹിം മറദുൻ യുസാരിഊന ഫീഹിം, അവരുടെ അടുത്തേക്ക് വേഗത്തിൽ ഇങ്ങനെ പോകും. യൻകമിശൂന ഫീ മുവാലാത്തിഹിം, അവരുമായിട്ട് സൗഹാർദ്ദം പാലിക്കാൻ വേഗത കൂട്ടുന്ന കണക്ക് റസൂലെ നിങ്ങൾക്ക് ചിലരെ കാണാൻ പറ്റും. കാരണം അവരുടെ മനസ്സിൽ രോഗമുണ്ട്. വയർഗബൂന ഫീഹ, അവർക്ക് വല്ലാത്തൊരു കൊതിയാണ്. വയഅ്തദിറൂന, എന്നിട്ട് പോലെ ഒരുമാതിരി ന്യായം പറയും. ബിഅന്നഹും ലാ യഅ്മനൂന അൻ തുസീബ, ലാ യഅ്മനൂന, അവർ നിർഭയരല്ല, അവർക്ക് ഉറപ്പില്ല. അൻ തുസീബഹും ദാഇറത്ത്, ഉറപ്പില്ല എന്നല്ല, അവർക്ക് പേടിയുണ്ട്. അൻ തുസീബഹും ദാഇറത്തും മിൻ ദവാഇരി സമാൻ ഐ സർഫും മിൻ സുറൂഫിഹി, എന്തെങ്കിലുമൊക്കെ വിപത്ത്, കാലത്തിൻ്റെ വിപത്ത് അവരെ ഒന്ന് ഭവിക്കുമോ എന്ന് പേടി. അതാണ് കാരണം ഓല് താമസിക്കുന്നത് എവിടെയാണ്? ചുറ്റുഭാഗത്തും മുശ്രിക്കീങ്ങൾ, കാഫിരീങ്ങൾ, യഹൂദികൾ, നസ്രാനികൾ ഉള്ളതാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ വന്നാൽ ആരാണ് സഹായത്തിനുണ്ടാവുക? അവിടെ കിടക്കുന്ന മദീനക്കാരുണ്ടാവുമോ? മുസ്ലിങ്ങളാണെങ്കിൽ ഉണ്ടാവുമോ എന്നാണ് പോലെ ഒരു ചെറിയ സ്വാഭാവികമായ ഒരു മാനുഷികമായ ഒരു ചിന്ത. ഫയഹ്താജൂന ഇലൈഹിം വൈലാ മഊനതീം, അതുകൊണ്ട് തന്നെ ഈ യഹൂദികളിലേക്കും നസ്രാനിയിലേക്കും ആവശ്യക്കാരായ ചില മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, അവരെ വിമർശിക്കുകയാണ്. വൻ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു, ഇത് കണ്ടപ്പോൾ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു റസൂലിനോട് പറഞ്ഞത്ര. ഇത് അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയാണ് കേട്ടോ ഇറങ്ങാനുള്ളത്, ഇതല്ല ശേഷം പറയുന്നത്. ഇന്നലീ മവാലിയമിൻ യഹൂദ് കഥീറൻ ആദതും, അവർ ഈ ഉബാദത്ത് ബിൻ സാമിത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു, എനിക്ക് കുറേ കൂട്ടാളികളുണ്ട് യഹൂദികളിൽ നിന്ന്, ഒരുപാടുണ്ട്. പക്ഷേ ഇനി മുതൽ ഇനി അബ്റഉ ഇലല്ലാഹി വറസൂലിഹി മിൻ വിലായത്തിഹി, അള്ളാഹുവിനും റസൂലിനും വേണ്ടിയിട്ട് ഞാൻ ആ വിലായത്തണ്ട് ഒഴിവാക്കുകയാണ്. എന്നിട്ട് ഉവാലി അള്ളാഹു റസൂലോ, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും എന്താക്കുകയാണ്? വലിയാക്കുകയാണ്. ഇനി അവരോട് എന്തില്ല, കൂട്ടില്ല എന്ന് പറഞ്ഞു. ഫഖാല അബ്ദുല്ലാഹിബിൻ ഉബയ്യ, പക്ഷെ അപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉബയ്യ പറഞ്ഞു അല്ലേ ആ മുതൽ, ഇന്നി റജുലുൻ അഖാഫു ദവായിർ, പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ, എനിക്ക് പേടിയുണ്ട്, എനിക്ക് എന്തെങ്കിലും സങ്കടം, പ്രശ്നം, പ്രയാസം, സങ്കീർണതകൾ വരുമോ എന്ന ഭയമുണ്ട്. ലാ അബ്റഉ മിൻ വിലായത്തി മവാലിയ, ഞാൻ എൻ്റെ കൂട്ടാളികൾ, യഹൂദികളിലുള്ള എൻ്റെ കൂട്ടാളികളെ ഒഴിവാക്കാൻ ഞാൻ തയ്യാറല്ല. ആരായിരുന്നു ആ കൂട്ടാളികൾ? യഹൂദ് ബനി കൈനുഖാ, അവരെ ഒഴിവാക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് അബ്ദുല്ലാഹിബിൻ ഉബയ്യ് പറഞ്ഞുവെന്നാണ്. അതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഇനി അള്ളാഹു പറയാണ്, ഇങ്ങനെ കരുതണ്ടേ അവർ, അസല്ലാഹു അയ്യഅ്തിയ ബിൽ ഫത്ഹി ലിറസൂലില്ലാഹി അലാ അഅദാഇഹി വഇദ്ഹാരിൽ മുസ്ലിമീൻ, യഹൂദികൾക്കുമേൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു അതിജയത്വം അള്ളാഹു നൽകും എന്ന് കരുതേണ്ടേ? അങ്ങനെ മുസ്ലിങ്ങൾ വലിയ അധികാരികളായി മാറുമെന്ന്. ഔ അംറിമിൻ ഇന്ദിഹി, ഇനി ഫത്ഹ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വലിയ എന്തോ ഒരു കാര്യം അല്ലേ. യഖ്തഉ ശഅഫത്തൽ യഹൂദി വയുജ്ലീഹി മൻ ബിലാദിഹിം, ഷഅഫത്ത് എന്ന് പറഞ്ഞാലേ, ഷഅഫത്ത് എന്ന് പറഞ്ഞാൽ കാലിലുണ്ടാകുന്ന ഒരു മുറിവാണ്. ആ മുറിവ് ഒരു തരം മുറിവ്, ആ മുറിവ് മാറണമെങ്കിൽ കരിക്കണം, അതിനാണ് ആ കരിച്ച് കളയുന്ന മുറിവിനെയാണ് ഷഅഫത്ത് എന്ന് പറയും.
അഥവാ അങ്ങനെ മുറിവിനെ തീ കൊണ്ട് കരിക്കുന്നത് പോലെ യക്ത ഉഷഫത്തൽ യഹൂദി, യഹൂദികളുടെ മുറിവിനെ, അതായത് യഹൂദി എന്ന് പറയുന്ന മുറിവിനെ തന്നെ ഇല്ലാതാക്കും അള്ളാഹു. അങ്ങനെയാണ് ആ ഷഫത്തിൻ്റെ അർത്ഥം പറയേണ്ടത്. യുജ്ലിഹിം അൻ ബിലാദിഹിം, അങ്ങനെ അവരവരുടെ നാട്ടിൽ നിന്ന് ആട്ടിവിടും, അവർ നിന്ദ്യരായി മാറും സ്വന്തം നാട്ടിൽ. അങ്ങനെ യഹൂദികൾ ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ട് യഹൂദികളോട് കൂട്ടുകൂടിയ മുനാഫിക്കീങ്ങൾ ഫയുസ്ബിഹുൽ മുനാഫിഖൂന നാദിമീന അലാ മാ ഹദ്ദസൂ ബിഹി അൻഫുസഹും, അവർ ചെയ്ത കാര്യങ്ങളിൽ, അവരവരുടെ നഫ്സിനോട് പറഞ്ഞ കാര്യങ്ങളിൽ അവർക്ക് ഖേദം തോന്നും. ദാലിക അന്നഹും കാനു യശുക്കൂന ഫി അംരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അവർക്ക് റസൂലിൻ്റെ കാര്യത്തിൽ ഇതിപ്പോൾ എത്ര കാലം കാത്തുക്കണം, ഇനി കാത്തുനിന്നാൽ തന്നെ റസൂലുണ്ടോ, ഇനിയിപ്പോൾ വലിയ ആളാവണു എന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു, ഒരു സംശയം ഉണ്ടായിരുന്നു അവർക്ക്. അവർ പറയുമായിരുന്നു അത്രേ, മാ നളുന്നു അൻ യതിമ്മ ലഹു അംറുൻ, മൂപ്പർക്ക് കാര്യം ശരിയാവുന്നൊന്നും എനിക്ക് തോന്നണില്ല, ഞങ്ങൾക്ക് തോന്നണില്ല എന്ന് പറയുമായിരുന്നു അവർ, അല്ലേ. പിന്നെയോ വബിൽ ഹറ അൻ തകൂന ദൗലത്തു വൽ ഗലബത്തു ലിഹൗലായി, ഒരു പറയുമത്രേ ഈ ദൗലത്തും ഗലബത്തും, ഈ അധികാരവും ഈ സാമ്രാജ്യവുമെല്ലാം ഈ ആളുകൾക്ക്, യഹൂദികൾക്കും നസ്രാനികൾക്കും ആകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത, ബന്ധപ്പെട്ടത് എന്നൊക്കെ അവർ പറയുമായിരുന്നു. അതിനുള്ള ഒരു മറുപടിയായിട്ട് കൂടിയാണ് ഇത് വരുന്നത്. അപ്പോൾ അംരിമിൻ ഇന്ദിഹി എന്ന് പറഞ്ഞു അല്ലേ. ഒന്നുകിൽ അള്ളാഹു ഫത്ഹ് നൽകും, അല്ലെങ്കിൽ അള്ളാഹു എന്തോ ഒരു കാര്യം നൽകും. അവിടെ ആണെങ്കിൽ അംറിമിൻ ഇന്ദിഹി എന്നുള്ളതിന് മറ്റൊരർത്ഥം കൂടി വെക്കാം, അതും കൂടി പറഞ്ഞു നിർത്താം. അയ്യോ ഉമർ നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കപ്പെടും. അംറിമിൻ ഇന്ദിഹി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അള്ളാഹുവിൻ്റെ അടുത്തുനിന്നുള്ള ഒരു കാര്യം എന്നാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ അടുത്തുനിന്നുള്ള ഒരു കൽപ്പന എന്നർത്ഥം വരും. എന്താ അള്ളാഹു കൽപ്പിക്കുന്നത്? ബി ഇൽഹാരി അസ്റാറിൽ മുനാഫിക്കീന വഖത്തിലെ, മുനാഫിക്കീങ്ങളുടെ ഉള്ളിൽ അവർ പുലർത്തുന്ന രഹസ്യങ്ങൾ റസൂലിനോട് വെളിവാക്കാൻ പറയും, വെളിപ്പെടുത്താൻ പറയും. വഖത്തിലെയും, എന്നിട്ട് അവരെ കൊല്ലാനും ഒരു കൽപ്പന അള്ളാഹുടെ നൽകും. ഫയന്തമു അലാ നിഫാഖിം, അപ്പോൾ അവർ പണ്ട് നമ്മൾ ഇങ്ങനെ ഒരു നിഫാഖ് നടത്തിയത് വേണ്ടിയിരുന്നില്ല എന്ന ഖേദം അവർക്കുണ്ടാവും. വഖീല ഔ അംറിമിൻ ഇന്ദില്ലാഹി ലാ യകൂനു ഫീഹി ലിന്നാസി ഫിഅലുൻ, അല്ലെങ്കിൽ ആ അംറുമിൻ ഇന്ദി എന്നുള്ളത് അള്ളാഹു മാത്രം ഇടപെടുന്ന, മറ്റൊരാൾക്കും അതിൽ സ്വാധീനം ഉണ്ടാവില്ല. ഇപ്പോൾ യുദ്ധമാണെങ്കിൽ അള്ളാഹു കൽപ്പിക്കുന്നു, അള്ളാഹു സഹായിക്കുന്നു, മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുന്നു, അല്ലേ. മുസ്ലിമീങ്ങൾ യുദ്ധം അവിടെ ചെയ്യുന്നുണ്ട്, ഇല്ലേ. മുസ്ലിങ്ങളുടെ ഒരു പ്രവർത്തനം അവിടെ ഉണ്ട്. ഇവിടെ അംറുമിൻ ഇന്ദി കാരണം മുസ്ലിങ്ങൾ ഒരു പണി എടുക്കേണ്ടി വരില്ല, ഒക്കെ പടച്ചോൻ്റെ ഭാഗത്ത് നിന്ന്. ഔ അംറിമിൻ ഇന്ദില്ലാഹി ലാ യകൂനു ഫീഹി ലിന്നാസി ഫിഅലുൻ, മറ്റുള്ളവർക്ക് മുസ്ലിങ്ങൾക്ക് ഒരു പണി എടുക്കാതെ തന്നെ അള്ളാഹുവിന് കൊടുക്കും. ബനി നളീർ, ബനു നളീറിൻ്റെ വിഷയത്തിലുള്ള പോലെ. ഇപ്പോൾ ബദറും ഉഹുദും, അല്ലേ, ബദറും ഉഹുദും ഖന്തഖൊക്കെ മുസ്ലിങ്ങൾ പണിയെടുത്തിട്ടാണ്. ഇത് നോക്കി ബനു നളീർ എന്ന് പറഞ്ഞാൽ അല്ലദീ തറഹല്ലാഹു ഫീ ഖുലൂബിഹിം റൂബ, അള്ളാഹു അവരുടെ മനസ്സിൽ പേടിയാണ് ഇട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ യുദ്ധം ചെയ്യേണ്ടിയൊന്നും വന്നില്ല. ഫഅതൗ ബിഐദീഹിം, അപ്പോൾ ഫൈ മുതലുകളായിട്ട് അവരങ്ങോട്ട് നേരിട്ട് കൊടുത്തു, ഒരു യുദ്ധത്തിൻ്റെ ആവശ്യം പോലും വന്നില്ല. മിൻ ഗൈരി അൻ യൂജഫ അലൈഹിം ബിഖൈലി വലാ റികാബ്, സൂറത്തുൽ ഹശറിലെ ഒരു ആയത്ത് അതേമാതിരി ഇക്തിബാസ് ചെയ്തിട്ട് പറയാണ് ഇവിടെ. മിൻ ഗൈരി അൻ യൂജഫ, ആട്ടിയോടിക്കപ്പെടാതെ, അലൈഹിം അവരുടെ മേൽ, അല്ലെങ്കിൽ ഓടിക്കപ്പെടാതെ അലൈഹിം അവരുടെ മേൽ, ഈ ബനു നളീറിൻ്റെ മേൽ, ബി ഖൈലിൻ കുതിരകളെ, വലാ റികാബിൻ ഒട്ടക സംഘങ്ങൾ, അഥവാ കുതിരകളും ഒട്ടക സംഘങ്ങളുമായി ഇവർ ആക്രമിക്കാനൊന്നും നിൽക്കാതെ തന്നെ അവരണ്ട് കൊടുത്തു, കയ്യിൽ നിന്ന് നേരണ്ട് കൊടുത്തു, വാക്കോവർ. അങ്ങനെയും പടച്ചോന് തരും. അവിടെ ഇപ്പോൾ അള്ളാഹുവിന് മാത്രമേ അമ്രുള്ളൂ, മറ്റൊരാൾക്കും അതിൽ സ്വാധീനമില്ല. അങ്ങനെയും അള്ളാഹു നൽകുമെന്ന് കരുതിയാൽ പോരായിരുന്നുവോ? വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.